ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അങ്ങനെ വീക്കെൻഡിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. വീക്കെൻഡിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് അനുവദം കഴിഞ്ഞിരിക്കുകയെന്ന് പറയാം അല്ലെ. അനുമോളോ എന്നും ഒരു വധിക്കലുണ്ടല്ലോ, ഇത്തവണ ചൂടായിട്ടല്ല, ഭയങ്കര ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീക്കെൻഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻസൾട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോളോട് ഒരു കാര്യം ചോദിക്കുന്നു, അനുമോൾക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ലാലേട്ടൻ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ അനുമോള് പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന് മനസ്സിലായിട്ടുണ്ട്, പ്രേക്ഷകർ മനസ്സിലായി, ലാലേട്ടന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ അനുമോൾ സ്വാഭാവികമായിട്ട് അനുമോളൊന്ന് പതറിയിട്ടുള്ള കാര്യം സത്യമാണ്. അനുമോളോട് എന്താണ് ചോദിച്ചത് അല്ലേ? ആര്യന് ക്യാപ്റ്റൻസി എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ആര്യന് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം മാത്രമാണ്. അല്ലാതെ ആ ക്യാപ്റ്റനായിട്ട് അതിനുള്ളിലുള്ള കിച്ചണിലോ അല്ലെങ്കിൽ വാഷ്റൂമിലോ ഫ്ലോറിങ്ങോ വെസലോ അതിലൊന്നും വലിയ തൃപ്തികരമല്ല. അതിൽ പണിയെടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ആര്യൻ. പക്ഷെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ആര്യൻ ക്യാപ്റ്റൻസി ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത് എന്നാണ് അനുമോള് പറയാൻ അവിടെ ഉദ്ദേശിച്ചത്. അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്, അതിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി, ലാലേട്ടൻ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ അതിനെ വേറെ രീതിയിൽ കോമഡി ആക്കി എടുത്തിട്ട് അനുമോളുടെ ഒരു കഴിവുകേടായിട്ട് അത് അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ അത് കഴിവുകേട് തന്നെയാണ് അനുമോളുടെ. അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതായത് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് എങ്ങനെ കാര്യങ്ങൾ തനിക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, തന്നോട് അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണം, ഫിസിക്കൽ അസോൾട്ട് ഉണ്ടെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്നുള്ള വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഹറാസ് ചെയ്യുന്നു, ഇപ്പോൾ നെവിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഹറാസ്മെന്റ് വരുന്നു, ഇതൊക്കെ പറയാനായിട്ട് തുറന്നു പറയേണ്ട ഒരു വേദിയാണ് വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ. അപ്പം അത് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ലാലേട്ടൻ എടുത്ത് അനുമോളോട് ചോദിക്കില്ല, എൻ്റെ മോൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നും ചോദിക്കാൻ പോണില്ല. അനുമോള് കുറ്റം ഉണ്ടെങ്കിൽ അടിച്ചെടുത്തുക എന്ന രീതി മാത്രമേ അനുമോളോട് എടുക്കുന്നുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അക്ബറിനും അല്ലെങ്കിൽ ആരിനും കൊടുക്കുന്ന അത്ര ഒരു സ്പേസ് കൊടുക്കില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പം ഇന്ന് കണ്ടതുപോലെ അനുമോളുടെ എന്തെങ്കിലും ഒരു കുറ്റം പറയാനോ അല്ലെങ്കിൽ അനുമോളുടെ കളിയാക്കുന്നതിനോ വേണ്ടിയിട്ട് മാത്രമാണ് അനുമോൾക്ക് സ്പേസ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അനുമോൾക്ക് ആ ഒരു കാര്യം തെറ്റിയെന്ന് തന്നെ വിചാരിക്കുക, പറയാനുള്ള അവർക്ക് പറയാനായിട്ട് പറ്റിയില്ല എന്ന് വിചാരിക്കുക. വേറൊരു കണ്ടസ്റ്റൻ്റ് ലാലേട്ട അതിനുള്ളിൽ ഇടപെട്ടിട്ട് അതിങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന മട്ടിൽ അതിനാക്കി തീർക്കും. അപ്പം അനുമോളായതുകൊണ്ട് അദ്ദേഹം ബ്രേക്ക് പറഞ്ഞ് പോയിട്ട് തിരികെ വന്നിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അനുമോൾ വധം ആണ് നടന്നത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ അനുമോൾക്ക് അത് പറയാനായിട്ട് പറ്റിയില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അനുമോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ട് അത്ര പോരെ, അത് മതി. അതായത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ആര്യന് അതിനകത്ത് ഇപ്പോൾ കിച്ചണിൽ പോയിട്ട് ഒരുപാട് പണിയെടുക്കുന്നു, വാഷ്റൂമിലത്തെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടും, അതെല്ലാവരും ആഗ്രഹിക്കുന്നു. അനുമോൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഷാനവാസ് ആഗ്രഹിക്കുന്നു, അനീഷ്, എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇമ്മ്യൂണിറ്റി കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അനീഷൊക്കെ ആണെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ നിയന്ത്രിച്ച് ക്യാപ്റ്റനായിട്ട് ഞാൻ നിൽക്കും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ, ആ ഒരു ആഗ്രഹം ആര്യന് ഉണ്ടായില്ല എന്നാണ് ആര് പറയുന്നത്, അനുമോള് പറയുന്നത്. അത് ലാലേട്ടന് മനസ്സിലായിട്ട കാര്യമാണ്. അതിനെയാണ് ഇങ്ങനെ വളച്ചിട്ട് അനുമോളെ കുറേ കളിയാക്കി തോണ്ടിയൊക്കെ വന്നത്. ഇനി ലാലേട്ടൻ ചോദിക്കും എന്ന് നമ്മളെല്ലാം വിചാരിച്ച പല കാര്യങ്ങളും കോമഡിയിലൂടെ അങ്ങ് വിട്ടുകളയാണ് ചെയ്തത്. എന്നാൽ നമ്മളുടെ അക്ബറിന് വേണ്ടി ഒരു കോടതി തന്നെ ഒരുക്കി കൊടുത്തു. ഈ ബിഗ് ബോസ് സീസൺ 7 സംവിധായകൻ ആരാന്ന് എനിക്കറിയില്ല. പലരും പറയുന്നത് അക്ബറിന്റെ ഫ്രണ്ടാണ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളുകളായിട്ട് എനിക്കും അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അക്ബറിന് വേണ്ടിയിട്ട് കൂടുതൽ എന്തോ ഒരു പ്രിവിലേജ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. കാരണം ഇതിൽ ഒരു പാവേനെ എടുക്കണം, ആ പാവേനെ എടുക്കുന്നതിൽ വേണമെങ്കിൽ അതിനെ കട്ടെടുക്കാം. ഇപ്പം നെവിൻ അനുമോളുടെ എത്രയോ പാവയെ തട്ടിയെടുത്തു, അതേപോലെ തന്നെയാണ് ആദില അക്ബറിന്റെ പാവയെ തട്ടിയെടുത്തിട്ടുള്ളത്. അതൊരു കോടതി വെച്ചിട്ട് അക്ബറിന്റെ ഈ ഒരു കരയുന്ന സെന്റിമെന്റ്സ് കണ്ടിട്ട് അത് അനീതിയാണ് കാണിച്ചതെന്ന് കാണിക്കത്തക്ക രീതിയിൽ കോടതി വെച്ച് വിചാരണ ചെയ്യുന്നു ബിഗ് ബോസ്. നാണമാവില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അനുമോളുടെ ഈ പാവനെ വെച്ചിട്ട് അനുമോള് പറഞ്ഞ് ഏറ്റവും കൂടുതൽ അനുമോളല്ലേ അവർ കരഞ്ഞിരിക്കുന്നത്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ നുണയുണ്ടോ എന്നുള്ളത് അനുമോളെ കോടതിയിൽ നിർത്തി എന്തുകൊണ്ട് ചോദിച്ചില്ല? അപ്പം അനുമോളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുമോൾ കൃത്യമായിട്ട് മറുപടി പറയുമല്ലോ. എനിക്ക് ഇന്നില്ല ഫിസിക്കൽ അസോൾട്ട് വന്നു, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അക്ബർ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ മാറി നിന്നില്ല, അക്ബർ പറയുമ്പോൾ ഞാൻ മാറി നിൽക്കുന്നത് മാത്രം എന്താണ് പറയുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയാലോ. ഇത് ഒന്നും അവസരം കൊടുത്തിട്ടില്ല അനുമോൾക്ക്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആര്യന് ആര്യൻ എന്തുമാത്രം കട്ടെടുത്തിരിക്കുന്നു, എന്തുമാത്രം ഫ്രോഡ് ഗെയിം കളിക്കുന്നു. അപ്പോൾ പറയുന്നത് കേട്ടോ, ഈ ആദില അക്ബറിന്റെ പാവകൾ മാറ്റിവെച്ചത് ഭയങ്കര അൺഫെയർ ഗെയിമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ വശത്ത് അനീഷ് എത്ര ഓളി എടുത്തു,
ആര്യൻ കളിച്ചത് അൺഫെയർ ആണ്, ആ പോയിന്റ് മുഴുവൻ നഷ്ടപ്പെടുത്തണം പറഞ്ഞിട്ട് എത്രമാത്രമാണ് അനീഷ അവിടെ കിടന്ന് ബഹളം വെച്ചത്. അത് തിരിഞ്ഞു. അപ്പം ഇത് ഗെയിമിൻ്റെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് മാത്രമായിരുന്നു ഇട്ടിരുന്നത്. അത് വളരെ മോശമായി പോകുന്നത്. ഇവിടെയാണ് അനുമോളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അനുമോളുടെ അടുത്ത് അനീതിയാണ് കാണിക്കുന്നത് ബിഗ് ബോസ് എന്ന് പലർക്കും തോന്നുന്നത്. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്കിപ്പോൾ ഒരു PR വർക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും എന്ന് പറയുന്നത് അനുമോളിനോട് കാണിക്കുന്നത് ഭയങ്കര അനീതിയായിട്ട് ചില സമയത്ത് തോന്നും. എന്നാൽ അക്ബറിനോടും ആര്യനോടും കാണിക്കുന്നത് ബിഗ് ബോസിൻ്റെ സ്വന്തം മക്കളെ പോലെ കരുതിയിട്ട് അവർക്ക് സ്പേസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നി. അത് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ക്ലിയർ ആയിരുന്നു. ലാലേട്ടൻ ചോദിക്കുന്നതും അക്ബറിനും ആര്യനൊക്കെ എന്ന് വെച്ചാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് കുറേ എന്ത് തെറ്റ് ചെയ്താലും അതിനെങ്ങനെ വെള്ളപൂശി കൊണ്ട് സംസാരിക്കാൻ അറിയാം. നെവിന് വെള്ളപൂശാൻ അറിഞ്ഞില്ലെങ്കിലും നെവിൻ അതിനെ വേറെ രീതിയിൽ കോമഡിയാക്കി എടുത്തിട്ട് അതിനെ അങ്ങ് മാറ്റിക്കളയും. ഇപ്പോൾ അനുമോളുടെ പാൻസിൻ്റെ കാലിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ആ ഒരു പാവ മുഴുവൻ എടുത്തിട്ടുള്ളത് നെവിനാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടന് ചോദിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നെവിൻ എഴുന്നേറ്റ് നിന്ന് ആ പാവ എടുക്കാൻ ശ്രമിക്കാതെ ഒരാളുകളെ എടുത്ത് കഷ്ടപ്പെട്ട് നിൽക്കുന്നത് തട്ടിയെടുക്കാൻ മാത്രമേ, അത് അൺഫെയർ അല്ലേ നെവിൻ എന്ന് ചോദിച്ചില്ലല്ലോ. അപ്പം അക്ബറിൻ്റെ കളി മാത്രമാണ് ലാലേട്ടന് അക്ബറിൻ്റെ പാവകൾ മാറ്റി വെച്ചത് മാത്രം, അതിന് തട്ടിയെടുത്ത് ഒളിപ്പിച്ച് വെച്ചത് ആതിര, അത് മാത്രമാണ് അൺഫെയർ ആയി തോന്നിയത്. അതും ആതിര ചെയ്തത് മാത്രമാണ് അൺഫെയർ. നെവിൻ ചെയ്ത് രണ്ടെണ്ണം എടുത്തുള്ളൂ. കളവ് ഒന്നാണെങ്കിൽ രണ്ടാണെങ്കിൽ കളവ് തന്നെയാണ്. പക്ഷേ നെവിനെ അത്ര അധികം ക്രൂശിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതിലേ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുന്ന പോലെ തോന്നി. അനുമോളുടെ അടുത്താണെങ്കിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, കൺഫ്യൂഷനാക്കുന്ന രീതിയിൽ കുറേ ചോദ്യങ്ങൾ. പിന്നെ ആരായിരുന്നു പതറിപ്പോയി ലാലേട്ടനല്ലേ ചോദിക്കുന്നത്. അപ്പം ഉള്ളിലുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് പുറത്തോട്ട് വരണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ വളരെ നന്മമരമായിട്ട് ആര്യനും അക്ബറൊക്കെ വീക്കെൻഡിൽ വന്ന് നിൽക്കുന്ന പോലെ നിൽക്കണം. അതിന് ഭേദം മൗനമായിട്ട് അനുമോള് നിൽക്കുന്ന പോലെ നിൽക്കായിരിക്കും നല്ലതാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് അനുമോളുടെ കളിയിൽ എന്തെങ്കിലും നീതി ന്യായം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പ്രേക്ഷകർ വോട്ട് ചെയ്ത് അനുമോളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വീക്കെൻഡ് എപ്പിസോഡ് പോലും അനുമോൾ ഇപ്പോൾ വായ തുറന്ന് മര്യാദയ്ക്കൊന്നും പറയുന്നില്ല. അപ്പോൾ അനുമോളുടെ ഫാൻസിനോ അല്ലെങ്കിൽ അനുമോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോ ഇത് സത്യം പറഞ്ഞാൽ വീക്കെൻഡിൽ അവർ അനുമോൾ ഇങ്ങനെയൊക്കെ പറയും, അതിനെ പ്രതികരിക്കും എന്ന് എല്ലാവരും കരുതി ഇരുന്നിട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ആദ്യം ഇപ്പോൾ പ്രതികരിച്ചിരുന്നല്ലോ എന്നെല്ലാവരും പറയുന്നുണ്ട്. അതായത് ആ പുതപ്പിൻ്റെ കാര്യമൊക്കെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നാണമില്ലേ തനിക്ക് എന്ന് ഒരാൾ മുഖത്ത് നോക്കി ഇത്രയും കോടാനുകോടി ജനങ്ങളുടെ മുൻപിലെത്തി ചോദിച്ചാൽ പിന്നെ ഒരാൾ നാവെടുത്ത് പറയുമോ? പറയില്ല. ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് ഒതുങ്ങിയതാണ് അനുമോൾ. അതാണ് ഉണ്ടായിട്ടുള്ളത്. പലരും പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഒന്നും പറയാനുണ്ടായില്ല. ഒന്നും പറയാനുണ്ടാകാത്തതിൻ്റെ പ്രധാന കാര്യം ഇതാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അബദ്ധമെന്ന് കളിയാക്കും. എന്തെങ്കിലും ശക്തമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ശക്തമായിട്ട് അവിടെ നിന്നുള്ള തിരിച്ചടികൾ. അപ്പോൾ അതിന് ഭേദം മിണ്ടാതിരിക്കുകയായിരുന്നു നല്ലതെന്നാണ്. അനുമോളുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ കാര്യം എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം ഇതാണ് എന്തെങ്കിലും സ്ട്രോങ്. ഇപ്പം അക്ബറിൻ്റെ കാര്യം പറയുന്നുണ്ട്, എനിക്കത് വേദനിച്ചു, എനിക്കത് അങ്ങനെ തന്നെ തോന്നി എന്ന് പറയുമ്പോൾ അത് അത്ര പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവർക്കൊരു കാര്യം കേട്ടോ, ആ ബസ്സിലത്തെ കാര്യം പറഞ്ഞല്ലോ, അത് ലക്ഷ്മി പറഞ്ഞു, അത് നെവിനാണ് എടുത്തിട്ടത്. അത് അനുമോൾക്ക് അത് പറയാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അനുമോൾ അത് മനഃപൂർവ്വം ഒതുക്കിയത് തന്നെയാണ്. അപ്പോൾ നെവിൻ അത് എടുത്തിട്ടു. അപ്പോൾ ലാലേട്ടനും അത് വലിയ ചർച്ച ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ അനുമോൾക്കൊരു കാര്യം പറയായിരുന്നു, എൻ്റെ ഈ മൂക്കൊക്കെ വളരെ പ്രശ്നങ്ങളാണ്, വേണമെങ്കിൽ അനീഷോ സാബുമാനോ നിൽക്കുന്നത് പോലെ വളരെയധികം മാന്യമായിട്ട് അക്ബറിന് നിൽക്കാമായിരുന്നു. പക്ഷെ അക്ബർ നിന്നത് അങ്ങനെ ഒരു രീതിയല്ല. പക്ഷെ ഞാൻ അക്ബറിനോട് മാറി നിൽക്കാൻ പറയുമ്പോൾ അക്ബർ മാറി നിൽക്കുന്നില്ല, വേണമെങ്കിൽ എന്നോട് അവിടെ നിന്ന് പോകാനാണ് പറയുന്നത്. എനിക്ക് അൺകംഫർട്ടബിൾ എന്ന് തോന്നുമ്പോൾ എന്നെ മാറ്റണം അല്ലേ? അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് കളി എന്നുള്ള രീതിയിൽ ഒരാളെ മേത്ത് വന്ന് കെടുക്കാനൊക്കെ ഇങ്ങനെ നമുക്ക് അധികാരമുണ്ടോ? ഇല്ലല്ലോ. എത്ര പറഞ്ഞ സ്ത്രീകളാകുമ്പോൾ ഒരു പരിധി, എന്ത് കളിയാണ്, ബിഗ് ബോസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പ്രോഗ്രസീവ് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നിയ പോലെ അങ്ങോട്ട് സ്ത്രീകളോട് പെരുമാറാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല, അത് അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അക്ബർ മനഃപൂർവ്വം അനുമോളുടെ ഫിസിക്കലി അത് അറ്റാക്ക് ചെയ്താണ്. ഞാൻ പറയുന്നത് വേറെ രീതിയിൽ നിന്നല്ല, ആ ഗെയിമിൽ അനുമോളെ കൂടുതൽ ഹെറാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷെ അത് കൈവിട്ടുപോയി. ഇങ്ങനെ തരത്തിലുള്ള കമൻസോ ഒരു പ്രതികരണം അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അക്ബർ കരുതിയിട്ടില്ല. ഗെയിമിൽ അനുമോളെ പരമാവധി എന്താ പറയുന്ന ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ആ ബുദ്ധിമുട്ടിപ്പിൽ കുറച്ച് വൾഗാർ ആയിപ്പോയി എന്നുള്ളത് ആ കുട്ടിക്കത് മോശമായിട്ട് തോന്നിയെങ്കിൽ അത് മോശം തന്നെയാണ്. ആ കുട്ടി മോശമാണെന്ന് പറഞ്ഞാൽ അത് എടുക്കണം, അതിൻ്റെ രീതിയിൽ എടുത്തിട്ട് അക്ബറിനോട് ചോദിക്കേണ്ടതായിരുന്നു. അക്ബർ അങ്ങനെ മോശമായ രീതിയിൽ നിങ്ങൾ പെരുമാറി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അനീഷോ സാബുമാനോ നിന്ന് കളിച്ചപ്പോൾ നിങ്ങൾക്ക് കളിക്കാമായിരുന്നില്ലേ എന്ന് ലാലേട്ടനെ ചോദിക്കാമായിരുന്നു. അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് അക്ബറിന് ഒരു കാര്യം ഒരു കോടതിയിൽ വിചാരണ ചെയ്ത് എല്ലാം തെളിയിക്കുന്ന മട്ടിലേക്ക് പോയത് വളരെ മോശമായി. അത് ശരിക്കും പറയുകയാണെങ്കിൽ പാർഷ്യാലിറ്റിയാണ് കാണിച്ചതാണ്. എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണുമ്പോൾ പാർഷ്യാലിറ്റി തന്നെയാണ് കാണിച്ചിട്ടുള്ളത്.
പിന്നെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഉണ്ടല്ലോ ഓരോ കാർഡ് ഒട്ടിക്കല്, അതൊക്കെ ഈ എപ്പിസോഡുകൾ കുറച്ചുകൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞ് ബിഗ് ബോസ് അവസാനിക്കുകയാണ്. അപ്പം ജനങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ ഇവർ എന്തോ കാർഡുകളൊക്കെ എടുത്ത് കളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾക്ക് അവർ അങ്ങനെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ജെന്യുവിൻ അല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു റൗണ്ട് കൊണ്ടുവച്ചത് മോശമായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള എല്ലാവരും പറയുന്ന രീതിയിലാവണം എന്നില്ലല്ലോ, നമ്മൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ. ഇപ്പോൾ കരച്ചിൽ ഓളി അപ്പോൾ എല്ലാവരും പറയും അനുമോളാണ് ഏറ്റവും കരം. എന്ത് അക്ബർ കരഞ്ഞിട്ടില്ലേ, അതിനകത്ത് അനീഷ് കരഞ്ഞിട്ടുണ്ട്, ഷാനവാസ് കരഞ്ഞിട്ടുണ്ട്, എല്ലാവരും സെന്റിമെന്റ്സ് ആണ്. അപ്പൊ അനുമോൾ ഇപ്പൊ കരയുന്നേ ഇല്ല. ഇപ്പൊ ഈ അടുത്ത് ഇത്രയും വലിയൊരു ഇത് ഉണ്ടായപ്പോഴാണ് സ്വാഭാവികമല്ലേ കരയും. അപ്പൊ കരച്ചിലോളി കാർഡ്, പിന്നെന്താണ് വിക്ടിം കാർഡ്. അങ്ങനെയാണെങ്കിൽ വിക്ടിം കാർഡായിട്ട് ആദിലേനും നൂറേനും വിക്ടിമായിട്ട് എടുത്തൂടെ? ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യത്തിന് അവർ പ്രതികരിച്ചപ്പോൾ അവർ വിക്ടിം അല്ലേ, നെവിൻ വിക്ടിം അല്ലേ, ഷാനവാസ് പറഞ്ഞപ്പോൾ നെവിൻ വിക്ടിം അല്ലേ. ഇവിടെ ഒരൊറ്റ കാര്യമല്ലേ വിക്ടിമായിട്ട് പറഞ്ഞിട്ടുള്ളൂ, അത് ഏതാണ് അക്ബർ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ വിക്ടിം കാർഡ് ഉണ്ട്. വേറെ എന്ത് വിക്ടിം കാർഡാണ് അനുമോൾ എടുത്തുള്ളത്? അപ്പൊ വിക്ടിം കാർഡ്. പിന്നെന്താ നന്മമരം. നന്മമരമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്ന അക്ബർ എന്ന നന്മമരമായിട്ടല്ലേ ലാലേട്ടൻ മുമ്പിൽ നിൽക്കുന്നത്. ആരും നന്മമരമല്ല, അത് നെവിൻ ചെയ്ത് വളരെ നന്നായെന്നാണ് എനിക്ക് തോന്നിയത്. ആരും ഭയങ്കര നന്മമരമായിട്ട് ലാലേട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റുള്ള കണ്ടസ്റ്റൻസിന് മുമ്പിൽ ജിസയിലും അവരും കൂടെ ഹ്യൂമാനിറ്റിയും പറഞ്ഞ് നടക്കും. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹ്യൂമാനിറ്റി ഉണ്ടായത് എനിക്ക് തോന്നിയിട്ടില്ല. ഗെയിമിലായിക്കോട്ടെ, അതിനകത്ത് ഗെയിം ഇല്ലാത്ത ദിവസങ്ങളായിക്കോട്ടെ, ഒരു തരത്തിലുള്ള ഹ്യൂമാനിറ്റി ആരുടെ ഭാഗത്തുണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അനുമോൾക്ക് ഉള്ള ഒരു പണി തന്നെയായിട്ടാണ് ലാലേട്ടൻ വന്നത്. എല്ലാ എപ്പിസോഡും പോലെ തന്നെ ഇത്തവണ വഴക്കില്ല, പക്ഷെ വഷളാക്കാൻ വേണ്ടി മാത്രം വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്.